സദ്ഗമയ ജ്യോതിർഗമയ സദ്ഗമയ ജ്യോതിർഗമയ. അല്ലെങ്കിൽ ഈ അച്ചായന് യാതൊരു ശ്രദ്ധയില്ല. ഞാൻ ശ്രദ്ധിക്കാനാണോ ഇങ്ങനെ യാതൊരു സൂക്ഷ്മയില്ല ഒരു കാര്യങ്ങൾക്ക്. പക്വതയില്ലാത്ത പ്രതികരണങ്ങൾ കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാക്കാം. ഇത്രയും പ്രായമായിട്ട് ഒരു ഉത്തരവാദിത്വ ബോധമില്ല, ഒരു സൂക്ഷ്മതയില്ല. ഒരു മാസത്തെ ശമ്പളമാണ് ഇപ്പൊ കൊണ്ട് കളഞ്ഞേക്കുന്നത്. സാരമില്ല, ഇനിയിപ്പം പോട്ടെ. എന്നാൽ അനുഭാവപൂർണമായ പ്രതികരണം കുടുംബബന്ധം കൂടുതൽ ദൃഢമാക്കും. ഇന്നത്തെ അന്വേഷണം കുടുംബജീവിതത്തിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. കുടുംബത്തെക്കുറിച്ചുള്ള ഒരു പഠനമായതുകൊണ്ട് തന്നെ ഇന്ന് അന്വേഷണത്തിൽ നമ്മുടെ അതിഥികൾ ഒരു കുടുംബമാണ്. അർബൻ ഇന്ത്യ മിനിസ്ട്രീസ് എന്ന പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഡയറക്ടറായ സ്റ്റാൻലി ജോൺസും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാനിയും. ഇരുവരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ഫാമിലി സെമിനാറുകൾ, ക്ലാസുകൾ എടുക്കുകയും കുടുംബങ്ങൾക്ക്, യുവജനങ്ങൾക്ക്, കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുകയും ചെയ്യുന്ന ബഹുമാന്യ വ്യക്തികളാണ്. ഇരുവരെയും വളരെ സ്നേഹത്തോടെ, ആദരവോടെ ഞങ്ങൾ സദ്ഗമയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പണ്ട് കേട്ട ഒരു കഥയുണ്ട്. ഒരിക്കലൊരു അച്ഛൻ പൂച്ചയും അമ്മ പൂച്ചയും രണ്ട് മക്കൾ പൂച്ചകളും കൂടെ ഒരു എക്സ്കർഷന് പോയത്രേ. അപ്പോൾ പോകുന്ന വഴിയിൽ അവരെന്തോ ഒരു പൊതിക്കെട്ട് കണ്ടു. അപ്പോൾ അച്ഛൻ പൂച്ച അങ്ങോട്ട് ചെന്ന് അതൊന്ന് മണപ്പിച്ചു. എന്നിട്ട് തിരികെ വന്ന് അമ്മ പൂച്ചയുടെ കാതിലെന്തോ പറഞ്ഞു. അപ്പോൾ അമ്മ പൂച്ച മുന്നോട്ട് പോയി അത് മണപ്പിച്ചു. തിരിച്ചു വന്ന് മകൻ പൂച്ചയുടെ കാതിലെന്തോ പറഞ്ഞു. മകൻ പൂച്ച മുന്നോട്ട് ചെന്ന് അത് വീണ്ടും മണപ്പിച്ചു. പെങ്ങൾ പൂച്ചയുടെ അടുത്ത് വന്ന് എന്തോ പറഞ്ഞു. എന്തായിരിക്കാം ഇവർ പറഞ്ഞത്? അങ്ങനെ ഒരു കടങ്കഥ. സത്യത്തിൽ ഇവർ എല്ലാവരും പറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു. എന്താണെന്നറിയാമോ? അവരാകെ പറഞ്ഞത് മ്യാവ് എന്നായിരുന്നു. അവരുടെ പൂച്ചകൾക്ക് ആ മ്യാവ് എന്ന് മാത്രം പറയാനേ കഴിയുകയുള്ളൂ. അവരുടെ ആശയവിനിമയത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. എന്നാൽ മനുഷ്യന്റെ ആശയവിനിമയം പരിമിതികളില്ലാത്ത രീതിയിലാണ്. ഭാഷയിൽ, വാക്കുകൾ, ഇങ്ങനെ വിവിധ രൂപഭാവങ്ങളിൽ നമുക്ക് ആശയവിനിമയം നടത്താനുണ്ട്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ആശയവിനിമയം ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും വ്യക്തിബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതും ആഴത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതും ആശയവിനിമയത്തിൽ കൂടെയാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് തന്നെ അനേക വ്യക്തികളുമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ ഒരു ആകത്തുകയാണല്ലോ. ഇന്ന് ഇപ്പോൾ ആധുനിക മാധ്യമ സൗകര്യങ്ങൾ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നമ്മുടെ ആശയവിനിമയത്തെ വളരെയധികം ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട്. അതെ 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 തീർച്ചയായിട്ടും അത് നമ്മുടെ ആശയവിനിമയത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്നാൽ ഒരു കുടുംബത്തിൽ ആശയവിനിമയം എന്ന് പറയുന്നത് കേവലം ചില അറിവുകൾ പകരുന്നത് മാത്രമല്ല, അതിനേക്കാൾ വളരെ ആഴമായ തലങ്ങളുണ്ട്. എന്താ ഈ കുടുംബ ജീവിതത്തിലെ ഇത്രമാത്രം പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത്? ഞങ്ങൾക്കറിയാവുന്ന പല കുടുംബങ്ങളിലും ആശയവിനിമയം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ വാസ്തവത്തിൽ അവര് അപരിചിതരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു കൂരയ്ക്ക് കീഴിലാണെങ്കിലും രണ്ടുപേരും അപരിചിതരായിട്ട്, അന്യോന്യം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അന്യോന്യം അവര് സംസാരിക്കുന്നതാണെങ്കിൽ തന്നെ വെറുതെ ചില ഇൻഫോർമേഷൻ, ചടങ്ങിന് വേണ്ടി ചില കാര്യങ്ങള്, എപ്പോഴാ വന്നത്, മക്കള് സ്കൂളിൽ പോയോ, എപ്പോഴാ തിരിച്ചു വരും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊരു ആശയവിനിമയം നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അത് ഇൻഫർമേഷൻസ്. എന്നാൽ കുടുംബത്തില് നല്ല ആശയവിനിമയം നടക്കുമ്പോൾ പങ്കാളികളെ പരസ്പരം ആഴമായിട്ട് അടുത്തറിയുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും സ്നേഹത്തിൽ അന്യോന്യം പണിയുവാനായിട്ടും അത് സഹായിക്കും. അത് ശക്തമായ ഒരു കുടുംബത്തിന്റെ അടിത്തറയാണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയണമെങ്കിൽ അല്ലേ അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചാലേ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ ഒക്കെ പല ആൾക്കാർ പഠിച്ചിട്ടുണ്ടല്ലോ, സ്കൂളിലും കോളേജിലും ഒക്കെ. പല ആൾക്കാരുമായിട്ട് നമ്മളിപ്പോ ആശയവിനിമയം ചെയ്യുന്നില്ല. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ നമുക്ക് അറിയത്തില്ല. പഴയ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് പോലും അല്ല. അതുപോലെ കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് സമയം ചെലവഴിച്ചില്ലെങ്കിൽ ഈ അപകടം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഈ ശരിയായ നിലയിൽ പല കുടുംബങ്ങളിലും ആശയവിനിമയം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താവാം അതിന്റെ തടസ്സങ്ങളുടെ കാരണങ്ങൾ? എന്തുകൊണ്ടാണ് ഈ ആശയവിനിമയം നടക്കാത്തത്? ഇപ്പൊ അവർ സ്നേഹമില്ലാണ്ടല്ല, ഭാര്യയും ഭർത്താവും സ്നേഹമുണ്ട്, അവരൊരുമിച്ച് നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എങ്കിൽ പോലും പരാജയപ്പെടും ആശയവിനിമയത്തിന്റെ ആ മേഖല വരുമ്പോൾ. എന്താണ് ഇതിന്റെ ഈ തടസ്സങ്ങളുടെ കാരണങ്ങൾ? പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ജീവിതത്തിലെ തിരക്കുകൾ. പല കാര്യങ്ങളിൽ മനുഷ്യർ ഇപ്പോൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് വേണ്ടത്ര സമയം അവരെടുക്കുന്നില്ല. അതൊരു പ്രധാന കാരണമാണ്. വളരെയേറെ ജോലി തിരക്കുണ്ട് ഇപ്പോഴേ. പണ്ടത്തെ പോലെയല്ല. ഇന്ന് ആൾക്കാരുടെ സമയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഫേംസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സമയത്ത് ധാരാളം സമയം അവർക്ക് അവിടെ
ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ആ ഒരു അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം കാണുന്ന കുടുംബത്തിലാണ്. അവരെ കമ്പനിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നാൽ അത് അപ്പോൾ ഭവനത്തിൽ തീർച്ചയായിട്ടും അത് സമയം ചെലവഴിക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥ. ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലേ പറ്റൂ. അപ്പൊ എന്തായാലും ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് ശരിയാണ്. മറ്റൊന്ന് ഭയമാണ്. ഞാൻ അവന്റെ പങ്കാളിയോട് ഒരു കാര്യം പറഞ്ഞാല് പങ്കാളി അത് എപ്രകാരം എന്നോട് പ്രതികരിക്കും എന്നുള്ളൊരു ഭയം, മുൻകാല അനുഭവങ്ങൾ വെച്ച് തുറന്നു പറയുവാനായിട്ടുള്ള ഭയമുണ്ട്. പെട്ടെന്ന് വിധി കൽപ്പിക്കുന്ന പങ്കാളിയാണെങ്കിൽ തുറന്ന് സംസാരിക്കാനായിട്ട് അവർ തമ്മിലൊരു വലിയ തടസ്സം വരും. പലരും എനിക്ക് തോന്നുന്നു ഈ ജീവിത പങ്കാളിയെ കാണുന്ന കടുവയെ കാണുന്ന പോലെ ഞാനങ്ങോട്ട് പറഞ്ഞാൽ ആ സെൻസിൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭീതി. നമുക്ക് ഈ സ്കിറ്റിൽ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പറയണ്ട, ഒന്നും പറയണ്ട, കഷ്ടം. എന്ത് പറ്റി? പോക്കറ്റ് അടിച്ചോണ്ട് പോയനെ. പോക്കറ്റ് അടിക്കേ? എന്ത്? ബസ് ഞാൻ കേറുമ്പോ പേഴ്സ് ഉണ്ടായിരുന്നു പോക്കറ്റില്. ഞാൻ ടിക്കറ്റ് വരെ എടുത്താന്നേ, ഇറങ്ങുന്ന സമയത്ത് പേഴ്സില്ല. എന്താ ചെയ്യാ? ദൈവമേ, അല്ലെങ്കിൽ ഈ അച്ചായന് യാതൊരു ശ്രദ്ധയില്ല. ഞാൻ ശ്രദ്ധിക്കാൻ ഞാനോ? എത്ര രൂപ ഉണ്ടായിരുന്നു പേഴ്സില്? ഈ സ്കിറ്റിൽ കണ്ടതുപോലെ ഒരു ഭയം, തുറന്ന് സംസാരിക്കുന്നില്ല, ആളിനെ അങ്ങ് വിമുഖരാക്കി. മിണ്ടായിരുന്ന കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അല്ല, പറഞ്ഞാല് പ്രശ്നം കൂടുതൽ ഗുരുതരമാകും. അതുകൊണ്ട് പറയാതിരുന്നാൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളായിട്ട് ഒരു കാര്യം, നമ്മുടെ മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള ചില വികാരങ്ങൾ, ആശയങ്ങൾ അത് വേണ്ടതുപോലെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അപര്യാപ്തത, അതിനുള്ള സംസാരത്തിൽ വേണ്ട പോലെ പറയാനുള്ള കഴിവില്ല. അത് മനസ്സിലുള്ള ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിക്കും അതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അതും തടസ്സമാകാം അല്ലെ? ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളും അതും തടസ്സമാകാം. ഇനിയുള്ളത് തെറ്റായ സമയം, സ്ഥലം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അസമയത്തൊക്കെ ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ഭർത്താവ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വളരെ സുപ്രധാനമായ കാര്യങ്ങൾ ഭർത്താവിനോട് സംസാരിക്കുന്നത്. അത് സ്കൂട്ടർ മറിഞ്ഞ് താഴെ വീഴാൻ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളും, പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഭാര്യ വന്ന് പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതൊന്നും കേട്ടുപോലും കാണത്തില്ല. അപ്പൊ അതും ആശയവിനിമയത്തില്ല. സമയം, അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഏത് സമയത്താണ് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നതോടെ പ്രധാനപ്പെട്ട കാര്യം. ആശയവിനിമയത്തിന് മറ്റ് പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. ഉദാഹരണമായി ഈ ഗ്ലാസ്സില് വെള്ളത്തെ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? എത്ര വെള്ളം ഉണ്ടെന്ന് പറയാൻ പറ്റും? പകുതി ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് പറയാം. പകുതി ഗ്ലാസ് അല്ലെ? പകുതി നിറഞ്ഞ ഗ്ലാസ് അല്ലെങ്കിൽ പകുതി ഇല്ല അല്ലെ? പകുതി നിറഞ്ഞതെന്നും പറയാം, പകുതി ഒഴിഞ്ഞതെന്നും പറയാം അല്ലെ? അപ്പൊ ഇതെന്ന പെർസെപ്ഷന്, കാഴ്ചപ്പാടിലുള്ള വളരെ വ്യത്യാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരേ കാര്യത്തെ വ്യത്യസ്തമായ നിലയിൽ ഇത് രണ്ടും ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും രണ്ടും ശരിയാണ്. എന്നാല് ഒരാൾ പറഞ്ഞത് തെറ്റാണെന്ന് വേറെ പറയാനും പറ്റത്തില്ല. ഈ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള വ്യത്യാസങ്ങളും ഒരു ഈ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് തടസ്സങ്ങളായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തടസ്സം കാണുന്നത് ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ. തന്നെ കുറിച്ച് പറയുന്ന വ്യക്തിക്ക് തന്നെ കുറിച്ച് തന്നെ വളരെ കുറഞ്ഞ വില കൽപ്പിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ പങ്കാളിയോട് ഒരു കാര്യം പറഞ്ഞാൽ എന്ത് വിചാരിക്കും, ശരിയാകുമോ തെറ്റാകുമോ, എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക, എപ്പോഴും ഒരു സംശയത്തോടെ ആണ് തന്നെ വീക്ഷിക്കുന്നത്. അത് ഈ മറ്റേ വ്യക്തിയെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ വളരെ ഉയർന്ന നിലയിൽ കാണുന്നു എന്നുള്ളതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അതുകൊണ്ടല്ല, അല്ല, സ്വയമുള്ള ഒരു അധമ മനോഭാവം, ഒരു കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ റൈറ്റപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയാവും എന്നൊക്കെയുള്ള ചിന്ത. അപ്പൊ ആ ചിന്ത മനസ്സിൽ വരുന്നതുകൊണ്ട് അങ്ങ് പറയത്തില്ല. പല അനേക തടസ്സങ്ങളുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും ഈ തടസ്സങ്ങളാണ് ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്നത്.
അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഇതിനൊരു പരിഹാരം കണ്ടെത്തി നമ്മുടെ ആശയവിനിമയം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകാൻ ആശയവിനിമയം ഇല്ലാതെ പറ്റില്ല. പഴയ കാലത്ത് പ്രത്യേകിച്ച് ഈ തലയണ മന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒരു പരിഹാസ വാക്കായിട്ട് തോന്നുമെങ്കിലും വളരെ ഗൗരവമേറിയ കാര്യമായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന ആശയവിനിമയം. പക്ഷേ പല തടസ്സങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു. ഇതിനെന്താ ഒരു പരിഹാരം? ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു മറുകര കണ്ടെത്താൻ കഴിയും? പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അന്യോന്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഇതിനോട് പ്രതികരിക്കുക. വിശദീകരിക്കാമെന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അന്യോന്യമുള്ള മനസ്സിലാക്കല. തന്റെ പങ്കാളിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാൾക്ക് ശരിയായ രീതിയിൽ ആശയവിനിമയം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ആ ആളിനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് പങ്കാളി ഒരു കാര്യം പറയുമ്പോൾ ആ പങ്കാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അപ്പോൾ ആ പങ്കാളിയുടെ വികാരം നമുക്ക് ശരിക്കും നമ്മളെ തന്നെ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിർത്തുക, ആ വ്യക്തിയുടെ ഷൂവിൽ നാം നിൽക്കുക. അപ്പൊ ആ പങ്കാളിയെ ശരിയായിട്ടുള്ള വികാരങ്ങളോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ കർത്താവ് അത് മനുഷ്യനെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ് ഉണ്ടായത്. അതായത് മനുഷ്യന്റെ വേദനകളും മനുഷ്യന്റെ വിചാരങ്ങളും അവനോട് താതാത്മ്യപ്പെടുകയാണ് കർത്താവ് ചെയ്തത്. വാസ്തവത്തിൽ ഈ ഒരു വലിയ ആശയമാണ് കുടുംബജീവിതത്തിലും ഏറ്റവും ശക്തമായ ആശയവിനിമയത്തിന് അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങളെ യേശുക്രിസ്തു മനസ്സിലാക്കി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സന്ദർഭമായിട്ടാണെങ്കിൽ ആ വിഷയത്തിലേക്ക് വന്നോണ്ട് ഞാൻ ചോദിക്കാം, എന്തായിരുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ കാതലായ പ്രശ്നം എന്ന് പറയുന്നത്? പൊതുവെ കുടുംബജീവിതത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വ്യക്തി ജീവിതത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം, ദൈവം മനുഷ്യനുണ്ടായിരുന്നു എന്നും തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? പാപമായിരുന്നു അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. പാപവും അതിന്റെ പരിണത ഫലമായി അവൻ അനുഭവിക്കേണ്ട മരണവും അല്ലേ? അതിനെന്ത് പരിഹാരം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും? തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ക്രൂശിലാണ്. അതെ, കാൽവരിലെ ക്രൂശിലാണ്. അപ്പൊ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ പാരമ്യവും നമ്മൾ ആ ക്രൂശിലാണ് കാണുന്നത്. ദൈവം എത്രമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത്. അപ്പം തന്നെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരുന്നു ക്രൂശിൽ നമ്മൾ കാണുന്നത്. അപ്പൊ കേവലം ആ പ്രശ്നം തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. രണ്ടാമത് ലിസണിങ്, ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കേൾക്കാന്ന് മാത്രമല്ല. പല ആൾക്കാരും ചിന്തിക്കുന്നത് കേട്ടല്ലോ അല്ലെ കേൾക്കുന്നുണ്ടല്ലോ എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ കേൾക്കുക എന്നുള്ളതിനേക്കാൾ വളരെ ആഴമായിട്ടുള്ള ഒരു രീതിയാണ് ശ്രദ്ധിക്കുക, ലിസൺ ചെയ്യാന്നുള്ളത്. ലിസൺ ചെയ്യാന്ന് പറയുമ്പോൾ ആളിനെ മൊത്തമായിട്ട് ആളിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മനസ്സിലാക്കുക. ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതിലും ആഴമായിട്ട് ആ പറഞ്ഞതിനകത്ത് അടങ്ങിയിരിക്കുന്ന അതിന്റെ അർത്ഥവും കൂടെ, അല്ലെങ്കിൽ അതിനകത്തുള്ള വികാരം കൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ലിസണിങ്ങിൽ കൂടെ. എനിക്ക് തോന്നുന്നു ഒരു വ്യത്യാസം. ഇപ്പൊ നമ്മളിപ്പോ ഒരു കടൽ തീരത്തോട്ട് പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ കിളികളുടെ ശബ്ദം കേൾക്കാം, തിരമാലകളുടെ ശബ്ദം കേൾക്കാം, മനുഷ്യർ നടന്നു പോകുന്ന ശബ്ദം കേൾക്കാം. പക്ഷെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെ? ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ 1-2 കാര്യം മാത്രമേ ഒരു മനുഷ്യർ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ശ്രദ്ധ ആവശ്യമാണെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കുമ്പോൾ പങ്കാളിക്ക് തോന്നുന്നത് എന്നെ വിലമതിക്കുന്നുണ്ട്, എന്റെ വികാരങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നു. അത് ഒരു വലിയ അംഗീകാരമാണ് അവിടെ ലഭിക്കുന്നത്. ഈ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ബോധ്യം എങ്ങനെയാ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്? അപ്പൊ ഞാൻ എന്റെ ജീവിത പങ്കാളിയോട് ഒരു കാര്യം പറയുന്നു, ആ വ്യക്തി ഞാൻ പറയുന്നത് കേൾക്കുന്നു. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? നാം വളരെ ആകാംക്ഷയോടെ ആ കേൾക്കുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ നാം അത് കേൾക്കുകയും അതിനോട് അനുബന്ധിച്ചുള്ള വളരെ പ്രതികരിക്കുകയും ചെയ്യുന്നു. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തക്കതായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകുമ്പോൾ ആ വ്യക്തി ശ്രദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്നത് കേൾക്കുക, ശ്രദ്ധിക്കുക എന്നാണല്ലോ നമ്മളിപ്പോ അവസാനം പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ കേൾക്കുക, പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നതിൽ ഈ വാക്കുകളിൽ കൂടെ മാത്രമേ അത് നടക്കുന്നുള്ളൂ ആശയവിനിമയം, അതോ വേറെ ഏതെങ്കിലും നിലയിൽ? അല്ലല്ല, പഠനങ്ങള് തെളിയിക്കുന്നത് ഈ സംസാരത്തിൽ കൂടെ 20%-നും 30%-നും ഇടയ്ക്ക് ആശയവിനിമയം നടക്കുന്നുള്ളതാണ്. ബാക്കി കൂടുതലല്ല, അഥവാ 70-നും 80-നും ഇടയ്ക്ക് ആശയവിനിമയം നടക്കുന്നത് നോൺ വെർബൽ അഥവാ വാക്കുകൾ കൂടി അല്ല, വാചികമല്ലാത്ത. അത് ഓരോ പോസ്ചറിൽ കൂടെയും ബോഡി ലാംഗ്വേജ് ഉണ്ട്, നമ്മുടെ ടോൺ, നമ്മളെ സംസാരിക്കുന്ന രീതി, നോട്ടം, മുഖത്തെ മാറ്റങ്ങള്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോ ഒരാൾക്ക് ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് തോന്നലുളവാക്കാൻ ഞാൻ വെറുതെ കാതിങ്ങനെ കുറിപ്പിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാകുന്നില്ല അല്ലേ?
എൻ്റെ മനോഭാവവും എൻ്റെ പെരുമാറ്റവും എൻ്റെ ചലനങ്ങളും എല്ലാം അവിടെ ഒരു ഘടകങ്ങളായി തീരുകയാണ്. ഈ ശ്രദ്ധിക്കുന്നതിന് പല തടസ്സങ്ങളുണ്ട്. ചില വ്യക്തികൾ പല തടസ്സങ്ങൾ അതിനകത്ത് വരാറുണ്ട്. ചില വ്യക്തികൾ തനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ, ബാക്കിയെല്ലാം അങ്ങ് വിട്ടുകളയും. മനുഷ്യ സഹജമായ സ്വഭാവമാണ്. മറ്റു ചിലരാണെങ്കിൽ ഒരാൾ പങ്കാളി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് അതിനൊരു വിധി കൽപ്പിക്കും. അപ്പൊ അദ്ദേഹത്തിന് അത് മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ല, പൂർത്തിയാക്കാൻ സാധിക്കില്ല. മറ്റൊരു തടസ്സം, ഈ പങ്കാളി പറയുന്നതായിട്ട് ഒരു സംഭവം വിവരിക്കുകയാണെങ്കിൽ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അതിനോട് സമാനമായ സംഭവങ്ങൾ പലതും കാണും. അത് ആ കഥകളെല്ലാം പറയാൻ തുടങ്ങും. അപ്പോൾ ഇത് പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടുള്ള പ്രതികരണം, അത് അപക്വമായ ഒരു ലിസണിങ് ആണ്. കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് മാത്രം അർത്ഥമായില്ല. അതെ. പിന്നെ ചിലരുണ്ട് കേൾക്കുന്നതായിട്ട് അഭിനയിക്കും, പക്ഷെ ശരിക്കും കേൾക്കുന്നുണ്ടായിരിക്കില്ല, മറ്റു പല ലോകത്തായിരിക്കും. അപ്പൊ ഈ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആശയവിനിമയത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മൾ ഒരാളെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരിക്കുന്നതാണ് മറ്റേ ആളിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനായിട്ട് ആളിനെ സഹായകരമായി തീരുന്നത്. ഇവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലെങ്കിൽ, പ്രതികരണവും ഇല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം താല്പര്യമില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ പല രീതിയിൽ റെസ്പോൺസ് വളരെ ഇമ്പോർട്ടന്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തി അത് കേൾക്കുന്ന വ്യക്തിയോട് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകണം. ഇതൊരു ഒരു സർക്കിൾ പോലെയാണ് അല്ലേ? അത് ഫീഡ്ബാക്ക് പെട്ടെന്ന് ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ചാടി കയറി പ്രതികരിക്കരുത്. മുഴുവൻ ശ്രദ്ധിക്കണം, പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കാനുള്ള ഒരു മനോഭാവം. പക്ഷേ ചിലപ്പം ഒന്ന് മൂളുക മാത്രമായിരിക്കും ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ട്, സംസാരിച്ചു കൊള്ളുക എന്നുള്ള ഒരു പ്രതികരണം അതിൽ കൂടെ സംസാരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ സംസാരിക്കാനായിട്ട്, കൂടുതൽ ആഴത്തിലേക്ക് പോകാനായിട്ട്, തുറന്ന് സംസാരിക്കാനായിട്ട് ആളിനെ സഹായിക്കും. എന്താ പറ്റിയെന്ന് മുഖം വല്ലാതെ പാടിയിരിക്കാണല്ലോ. ഭയങ്കര ഒരു പ്രശ്നം പറ്റിയിരിക്കുക. എന്താ പറ്റിയ ചായ? ഒന്നും പറയണ്ട, എന്താന്നറിയത്തില്ല, അല്പം ഒന്ന് മയങ്ങിപ്പോയി. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ലല്ലോ. ഉറങ്ങിയില്ലായിരുന്നു. ബസ്സേ കയറിയപ്പോ അല്പം ഒരു ആരോ അന്നേരം തന്നെ പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. പേഴ്സ് പോക്കറ്റ് അടിച്ചോ? ടിക്കറ്റ് എടുത്തു, പൈസ ബാക്കി കിട്ടി, അതെല്ലാം പേഴ്സിനകത്ത് വെച്ചിട്ട് എപ്പോഴാ പോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി ഞാൻ. പേഴ്സിനകത്ത് ഈ മാസത്തെ സാലറി ഉണ്ടായിരുന്നു. പോയല്ലോ, ഈ മാസത്തെ മൊത്തം സാലറി പോയില്ലേ? എന്താ ചെയ്യാ, പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഈ കാലത്ത്. ഈ മാസം ജീവിക്കാനുള്ള പൈസയായിരുന്നു. സാരമില്ല, ഇനിയിപ്പം പോട്ടെ. അത് എന്താ ചെയ്യുന്നതാ. നമുക്കേ ഇപ്പൊ പോയത് പോട്ടെ, പോകുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പോക്കറ്റ് അടിക്കാരൻ പോക്കറ്റ് അടിച്ചു, അയാളുടെ തെറ്റാണ്. നമുക്ക് ഞാൻ ശ്രദ്ധിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഉറങ്ങരുതെന്ന് വിചാരിച്ചു. പക്ഷെ എപ്പോഴോ ഇന്നലത്തെ ആ ക്ഷീണം കൊണ്ടായിരിക്കും മയങ്ങിപ്പോയി. പിന്നെ എങ്ങനെ അതൊന്ന് കൂടുതൽ ഇനി അടുത്ത തവണ അത് സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ഒരു ഹാൻഡ് ബാഗ് വാങ്ങിക്കുന്നതാണ് നല്ലത് അല്ലേ? ഈ പ്രത്യേകിച്ച് സാലറി ഒക്കെ വാങ്ങിക്കുന്ന ദിവസം ഹാൻഡ് ബാഗ് എന്താണ് ഈ പോക്കറ്റിനകത്ത് വളരെ പ്രശ്നം. കാരണം ഈ ദിവസങ്ങളിൽ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് പോക്കറ്റ് അടിച്ചു. ഞാൻ എന്നാൽ അത് ശ്രദ്ധിക്കാൻ അപ്പൊ ഒരു ഹാൻഡ് ബാഗ് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു. അല്ലെ പിന്നെ ബാങ്കിലെങ്ങാണ്ട് ഇട്ടിട്ട് പിന്നെ പൈസ ഒന്നും പോക്കറ്റ് വെക്കാതിരിക്കാൻ നല്ലല്ലേ? അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പൈസ കയ്യിൽ കരുതാതിരിക്കുക. ഞാൻ സാധാരണ പേഴ്സിനകത്ത് അങ്ങനെ പൈസ കരുതാറില്ല. പക്ഷെ ഇന്ന് സാലറി വാങ്ങിച്ചത് പോക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബാഗ് കൊണ്ടുപോകാനും മറന്നുപോയിന്ന്. എന്തായാലും ക്ഷീണിച്ചല്ലേ വന്നേ, വാ നമുക്കൊരു ചായ കുടിക്കാം. ഈ സ്കിറ്റിൽ കണ്ടതുപോലെ ആ പങ്കാളികൾ തമ്മിൽ വളരെ ഹൃദ്യമായ ഒരു ആശയവിനിമയം നടക്കുന്നത്. ആദ്യം പങ്കാളി പോയി ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുന്നതായിട്ടും അവരൊന്നിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് സമയം ചെലവഴിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മാത്രമല്ല പങ്കാളിയുടെ ആ താല്പര്യം കേൾക്കാനായിട്ടുള്ള വലിയൊരു ആകാംക്ഷ ആ പങ്കാളിയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാനായിട്ട്, തുറന്നു പറയാനായിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അത് വളരെ ഹൃദ്യമായ ഒരു ആശയവിനിമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു നല്ല വിത്ത് വിതച്ചാൽ, നല്ല വളമിട്ടാൽ ഫലസമൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ആശയവിനിമയം നടന്നാൽ
അതിൽ നിന്ന് എന്തൊക്കെ നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക? കുടുംബജീവിതത്തിൽ എന്തൊക്കെ നല്ല ഫലങ്ങൾ അതുമൂലം ഉണ്ടാകും? നല്ല ആശയവിനിമയം നടക്കുന്നത് പ്രധാനമായിട്ടും ഒരു ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തിലാണ്. ശരിക്കും ആശയവിനിമയം എന്ന് പറഞ്ഞാൽ 3 പാർട്ടികൾ ചേർന്നതാണ്. ദൈവം, ഭാര്യ, ഭർത്താവ്. ഈ 3 കൂടി ചേരുമ്പോഴാണ് ശക്തമായ ആശയവിനിമയം അതിന്റെ യഥാർത്ഥ തലത്തിൽ നടക്കുന്നത്. ഒരു വലിയ മനസ്സിലാക്കാനുള്ള ഒരു വലിയ മനോഭാവം, കേൾക്കാനുള്ള സന്നദ്ധത, ഒരു ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണത്. ഇതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് പരസ്പരം വളരെ ആഴമായിട്ട് അറിയുവാനായിട്ടും അത് വളരുവാനായിട്ടും സഹായിക്കുന്നു. മാത്രമല്ല കരുതാനായിട്ടും അതുപോലെ തന്നെ സ്നേഹം പങ്കിടാനായിട്ടുള്ള ഒരു സാഹചര്യം, അവസരം ഉണ്ടാകുന്നു. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബിൽഡിങ്, രണ്ടുപേരും അന്യോന്യം വളരാനായിട്ടുള്ള വലിയൊരു ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ടല്ലോ. ശക്തിയായിട്ട് മാറുന്നുണ്ട്. രണ്ടുപേരും അന്യോന്യം വളർത്താനായിട്ടുള്ള ഒരു പ്രചോദനം അവിടെ കിട്ടുന്നുണ്ട്. വളരെ ഒന്നിച്ച് വളരാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹവും അതുപോലെ തന്നെ അന്യോന്യം പങ്കാളികൾക്ക് എന്നെ സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ടെന്നുള്ളൊരു ചിന്തയും അവരെ ഭരിക്കുന്നതായിട്ട് കാണും. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഭാര്യയും ഭർത്താവും ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധത്തില് വളരുമ്പോഴ് അല്ലെങ്കിൽ അതിലെ കൂടുതൽ അടുക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധവും അടുക്കുന്നതായിട്ടാണ് കാണുന്നുണ്ട്. ഇരുവരും ഇങ്ങനെ ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ആശയവിനിമയത്തില് ദൈവമായുള്ള ബന്ധവുമായിട്ട് ചേർന്നാണ് ഇത് പോകുന്നത്. അല്ലെങ്കിൽ അതുമായിട്ട് അതും ഇതും തമ്മില് യോജിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അവര് ദൈവത്തോടുള്ള ബന്ധത്തെയും അടുപ്പിക്കുന്നതായിട്ട്. വേറെ നല്ല പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം സുദൃഢമാകാത്തപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവും സുദൃഢമാകാതെ അകന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. ഒരു ഭാര്യയും ഭർത്താവും ദൈവവുമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് അവർ തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിക്കുന്നത്. ഇരുവരും ഒരുപോലെ ദൈവത്തിലേക്ക് അടുക്കുവാനിടയാകണം. അപ്പോൾ പരസ്പരം അടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നും അകലുവാൻ അവർക്ക് മുഖാന്തരമാക്കി തീർത്ത പാപത്തിൽ നിന്നും അവർ മുക്തി നേടണം. അതിനുള്ള മാർഗമാണ് ക്രിസ്തു ഒരുക്കിയത്. ക്രിസ്തുവിലൂടെ പാപത്തിന് മോചനം കണ്ടെത്തി ദൈവത്തിലേക്ക് അടുക്കുക തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ അടുക്കുവാനുള്ള മുഖാന്തരമായ ഒരു കാരണമായി അത് തീരും. കുടുംബത്തെക്കുറിച്ച് നാം ഏവരും അറിഞ്ഞിരിക്കേണ്ട വളരെ വിലപ്പെട്ട ചിന്തകൾ നമ്മോടൊപ്പം പങ്കുവച്ച പ്രിയ സ്റ്റാൻലിയോടും ഫാനിയോടും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നമസ്കാരം, നന്ദി.